അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മ്യൂസിയം പോലുള്ളൊരു സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, ആർമിക്കാരുടെ ഒരു ചെറിയൊരു മ്യൂസിയമാണ്. ആർമിക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളവിടെ പാർക്ക് ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീപ്പ്, പിന്നെ ടാങ്ക്, പിന്നെ മറ്റേ ആ മിസൈൽ വിടുന്ന സാധനമില്ല, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് പതുക്കെ ഉള്ളിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ ചെറുതായിട്ടൊരു കിതപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. വേറെ സീനൊന്നുമില്ല ഇതുവരേക്കും. തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. എന്താണ് ഇവിടുത്തെ പ്രൊസീജിയർ, ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സോ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിനാണെങ്കിൽ 250 രൂപയാണ്. പിന്നെ മൊബൈൽ ഫോണിനും വീഡിയോ ക്യാമറയ്ക്കൊന്നും ക്യാഷ് ഇല്ല. ആ 125. ഓക്കെ. ആ എന്താ പറ്റി? ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്താ? അതെപ്പോഴും ചോദിച്ചു നോക്കോ ടൈം. ലൈറ്റ് ആൻഡ് എത്ര മണി? ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. 8 മണിക്കാന്ന് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ എന്തായാലും അതിന് ടിക്കറ്റ് എടുക്കുന്നില്ല. കാരണം നമുക്ക് ലേ മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഇവിടെ ക്യാഷ് ഇല്ല, കാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ മൺഡേ ക്ലോസ്ഡ് ആണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടൈം ലേയിലേക്ക് വരുന്ന ആൾക്കാർ, നമുക്കും ഇത് അറിയില്ലായിരുന്നു, ഞാനിപ്പോൾ അറിയുന്നത്. പിന്നെ പ്ലേസ് ഓഫ് ഇൻട്രസ്റ്റ് ലെയിൻ അറൗണ്ട്, ലേയിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള ഇവിടെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ അട്രാക്ഷൻസ് ആണെന്നുള്ള ചെറിയൊരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോ ഡ്രോൺ സോണാണ്. ടിക്കറ്റ് എടുത്തോ അവിടെ ഇതാണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ 125 മറ്റേ എൻട്രി മ്യൂസിയം മാത്രമേ കയറുന്നുള്ളൂ ഇപ്പോൾ. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ചിലപ്പോൾ എന്തായിരിക്കും അറിയോ, മറ്റേ ഇവരുടെ എന്തെങ്കിലും ഷോ ആയിരിക്കും, എന്തെങ്കിലും ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, ഹാൾ ഓഫ് ഫെയിം എൻട്രൻസ് ഇതാണ്. जिसे हम ईस्टर्न लद्दाख और वेस्टर्न लद्दाख के नाम से जाना जाता है। लेह में 2 एयरपोर्ट है। സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി, ഈ ഹാൾ ഓഫ് ഫെയിമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അവിടെ ഒരു ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല കേട്ടോ, അതായത് സിവിലിയൻസിന് എങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം ഫസ്റ്റ് ഭാഗമൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ എടുക്കുന്നുള്ളൂ. ലൈക്ക് കുറേയൊക്കെ മനസ്സിലായി, കുറേയൊക്കെ മനസ്സിലായില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു സമയം 6:30. ഇതാണ് നൈറ്റ് വ്യൂ കേട്ടോ. മുകളിൽ നമ്മുടെ ഒരു ട്രൈ കളർ കണ്ടോ, അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമ്മൾ നൈസായിട്ട് ഇനി ഇത് കയറും. എന്തായാലും ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്, എല്ലാവരും അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണിത്. സോ നമ്മളിനി ലേ മാർക്കറ്റിലേക്ക് പോവാണ്. ജസ്റ്റ് ലേ മാർക്കറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലേ മാർക്കറ്റിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മളിത് ലേ മാർക്കറ്റിലെത്തി കേട്ടോ. ഇതേ കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ വിൽക്കാനായിട്ടുള്ളത്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് വാങ്ങാൻ. കുറേ ഐറ്റംസ്. ഇവിടെ കണ്ട കുറേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കലവറ കേട്ടോ. അവിടെ എന്തൊക്കെയോ ഇതെന്താ കല്ലോ,
നോക്കിയേ ആപ്രിക്കോട്ടൊക്കെ. സോ ഞങ്ങളങ്ങനെ ലേ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം പോകുന്ന വഴിക്ക് എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫുഡ് പാഴ്സൽ വാങ്ങിക്കാൻ വിചാരിച്ചു. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ക്ലോസ് ചെയ്യുന്ന ടൈമായി. സോ പാഴ്സൽ വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലേയിലെ കാഴ്ചകൾ. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ റൈഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.